ഇന്ന് നമുക്ക് മാമ്പഴക്കാളൻ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണം മാമ്പഴം. ഒന്നല്ലെങ്കിൽ നമുക്ക് ആ മാമ്പഴം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ആ മാമ്പഴം നമുക്ക് മുഴുവനായിട്ട് ചേർക്കാം. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ചെറിയ ടൈപ്പ് നല്ല മധുരമുള്ള മാമ്പഴമൊക്കെ ആണെങ്കിൽ അത് മുഴുവനായിട്ട് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. അല്ലെങ്കിൽ കുറച്ച് വലിയ മാമ്പഴമൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കാം. അത് പല സ്ഥലങ്ങളിലും പല ടൈപ്പിലാണ് വയ്ക്കാം. ചിലർ മാമ്പഴം മുഴുവനായിട്ട് ചേർക്കും, അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. അത് നമ്മൾ എങ്ങനെ ചേർത്താലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം നന്നായിട്ട് പഴുത്തിട്ട് നല്ല മധുരമുള്ള മാമ്പഴമാണ്. ഇത് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാമ്പഴത്തിൻ്റെ മാങ്ങയുടെ അണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് നന്നായിട്ട് പുളിയുള്ള തൈര് വേണ്ട, എന്നാൽ അധികം പുളിക്കാത്ത തൈര് നമുക്ക് എടുക്കാം. കറിയിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഈ മാങ്ങ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഈ മാങ്ങ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. ആ മാങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇല, ഈ പച്ചമുളക് ഒന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. പച്ചമുളകും ജീരകവും കുരുമുളകും ചേർക്കാം. ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ തേങ്ങ നമ്മൾ അരച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനൊക്കെ നമ്മൾ തേങ്ങയിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചേർക്കണ വെള്ളം നന്നായിട്ട് തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ചൂടാക്കിയിട്ട് ചേർക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ തേങ്ങ അരച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും തേങ്ങ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട്. അപ്പോൾ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. അത് നമ്മുടെ നാട്ടിൽ വരുന്ന ടാപ്പിൽ വരുന്ന വെള്ളത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടാപ്പിൽ വരുന്ന വെള്ളം ഭയങ്കര തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് മാമ്പഴക്കാളൻ ഒരു മൺചട്ടിയിൽ വയ്ക്കാം. ഈ മൺചട്ടിയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് പഴുത്ത മാമ്പഴം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മാങ്ങ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നന്നായിട്ട് പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് അധികം വേവില്ല, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. ആ തൈര് ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കരുത്. ആ തൈര് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തൈരിൻ്റെ മുകളിൽ നന്നായിട്ട് പത വരും. ആ പത വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് നമുക്ക് ചേർക്കണം. ആ തൈര് നമ്മൾ ചേർക്കുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ആ തൈര് നന്നായിട്ട് വെള്ളം പോലെ കിട്ടും. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ തൈരിൻ്റെ മുകളിൽ പത വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തൈര് ചെറുതായിട്ട് ഇങ്ങനെ പത വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ആ തൈര് നമ്മൾ അധികം ഇട്ട് ചൂടാക്കരുത്. അധികം ഇട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ തൈര് ഭയങ്കര വെള്ളമായി പോവും.
നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കരുത്. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ചെറുതായിട്ടൊരു തള വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി ഇപ്പം നമ്മുടെ ഈ കറിക്ക് ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഈ കറിയിൽ പുളിയാണ് കൂടുതൽ നിൽക്കണം. മധുരം കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാകാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാൻ മതി. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കണേ. മുളക് പൊടിയും ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ മതി. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മാമ്പഴക്കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പുളിയുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല എരിവുണ്ട്. ഇത് വിഷു വരെയല്ലേ, അപ്പോൾ എല്ലാവരും വിഷുവിനൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.